ഹായ് ഹലോ നമസ്കാരം. സാൻഡേൽ വാനി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 4 സാധനം വെച്ചിട്ട്, അതായത് 4 സാധനം വെച്ചിട്ട് നമ്മൾ കിടുക്കാച്ചി ഒരു വെജിറ്റബിൾ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ സോയാബീനാണ്. അപ്പോൾ സോയാബീനെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ അതിനെ നന്നായിട്ട് കഴുകി വാരിയതിന് ശേഷം ഒരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ച് കൊടുക്കുക. അതിനകത്ത് വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കഴുകി വാരി വെച്ചിരിക്കുന്ന സോയാബീൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കണം. നമുക്ക് പച്ചക്കിട്ട് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ അതേ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഉപ്പ് കൂടെ നമുക്ക്, കാരണം ഇതിൽ പ്രത്യേക ടേസ്റ്റ് ഒന്നും ഇല്ലല്ലോ ഇതിനകത്ത്. എങ്ങനെ നോക്കിയാലും പുറത്തുനിന്നും അകത്തുനിന്നും കുത്തിയും പൊട്ടിച്ചൊക്കെ നോക്കിയാലും ഇതിനൊരു ടേസ്റ്റും ഇല്ലായ്മയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പം വിവിധ തരത്തിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ അവിടുത്തെ വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ നല്ലൊരു ഇത് വെച്ചിട്ട് സ്റ്റെയിൻ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വെള്ളം വാർത്ത എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മളിതൊന്നുകൂടെ കഴുകിയാണ് എടുക്കേണ്ടത്. കാരണം നമുക്ക് ഇതിനകത്തൊരു പ്രത്യേക ഒരു ചുവ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാനും പറ്റും. വളരെ ടേസ്റ്റുള്ളൊരു സാധനം കൂടിയാണ്. അപ്പോൾ നമ്മൾ നല്ലോണം പിഴിഞ്ഞു വാരിയതായി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ മുളക് പൊടി എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, പിന്നെ നമ്മൾ ഇച്ചിരി വിനാഗിരി, പുളിപ്പിന് വേണ്ടിയിട്ട് വിനാഗിരി, ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്, അങ്ങനെ വെച്ചിരിക്കുകയൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മളൊരു ചട്ടി എടുത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് വറുത്തെടുത്ത് നമ്മൾ കിടുക്കാച്ചി ഒരു നല്ലൊരു വെജ് ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞാൽ അതെ വേറെ ഒരു പണിയുമില്ല. പക്ഷേ നമുക്ക് ചുമ്മാ വാരി തിന്നാൻ തോന്നുന്ന ഒരു ഫ്രൈയും കൂടെയാണ് ഇത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കുന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കാരണം ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി വിനാഗിരി, ഉപ്പ്, ഇത്ര മാത്രമേ ഉള്ളൂ. എണ്ണ വറുക്കാൻ ഉപയോഗിക്കുന്നത് ഇത്രയും വെച്ചിട്ട് ഒരു വെജ് ഫ്രൈ നിങ്ങൾക്ക് ഇങ്ങനെ തയ്യാറാക്കാൻ പറ്റുമെന്നതിനോട്ടുള്ളതാണ് ഇത്. അപ്പോൾ നന്നായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിള്ളേർ ചുമ്മാ നമുക്ക് അല്ലാതെ നമുക്കിത് കഴിക്കാൻ പറ്റും. പക്ഷേ ചോറിൻ്റെ കൂടെ നന്നായിട്ട് പോകുന്ന ഒരു സാധനം കൂടെയാണ്. അപ്പോൾ നമ്മുടെ സോയാബീൻ വെജ് ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞ് തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാൻ അത് നന്നായിട്ട് നല്ല മൊരിഞ്ഞ് വരുന്നൊരു സാധനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ ചാനൽ വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.